മണിപ്പൂർ സംഘർഷം വലിയ ചർച്ചയാകുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിലൊരു പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ഛത്തീസ്ഗഡിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ മണിപ്പൂരിൽ സമാധാനം സൃഷ്ടിക്കാൻ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് മോദി പറഞ്ഞത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ മണിപ്പൂരിൽ തങ്ങി പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തിയിരുന്നുവെന്നും മോദി പറയുന്നു. അസമിലെ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലും മോദി ഈ പരാമർശം തന്നെയാണ് നടത്തിയത്. മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റിൽ നിലപാടറിയിച്ചതാണെന്നും പ്രശ്നപരിഹാരം കൂട്ട ഉത്തരവാദിത്വമാണെന്നും മോദി ചൂണ്ടിക്കാട്ടി. മണിപ്പൂർ പ്രശ്നം മൂർച്ഛിച്ച സമയത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ തങ്ങി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നുവെന്നും 15ലധികം ചർച്ചകൾ നടത്തിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരും സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തിയത്. ഇത് ഫലവത്തായതോടെ മേഖലയിൽ സ്ഥിതി മെച്ചപ്പെട്ടെന്നും മോദി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ച് കേന്ദ്ര സർക്കാർ സഹായം തുടരുന്നുണ്ട്. കലാപബാധിതർക്കുള്ള സഹായവും പുനരധിവാസ പ്രവർത്തനങ്ങളും ഇപ്പോഴും മണിപ്പൂരിൽ തുടരുന്നുണ്ടെന്നും മോദി പറഞ്ഞു. അരുണാചൽ പ്രദേശിൽ ചൈന ഉന്നയിക്കുന്ന അവകാശവാദത്തെ തള്ളിക്കളഞ്ഞ മോദി അരുണാചൽ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അറിയിച്ചു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും മോദി വിശദമായി അഭിമുഖത്തിൽ വിവരിക്കുന്നുണ്ട്. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.